മൃഗത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിൽ ആരും സഹായവും കാലമേ ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവനാ പൂർണ്ണമോദം കൊഴുതു സന്ത്രസ്തനായി ആഖ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാനോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാനെന്തൊരു കാരണമെങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ ദുഃഖനിപീഡിതനാകിയ രാവണനും കാലനേവി തന്നോട് ചൊല്ലിയിടിനാൻ ഇക്കാല വൈഭവം എന്തു ചൊല്ലാവതുമൊക്കെ നിന്നോട് ചൊൽവാനെത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണിയിടിനാൻ ഭൂതലെ പിന്നെ വിരിഞ്ചാസ്ത്രമേതു മാമാത്മജന്മന്നവന്മാരെയും വാനരന്മാരെയും ഒന്നു രണാങ്കണം തന്നെ വീഴ്ത്തിയിടിനാൻ പെന്നിപ്പറയും അടിപ്പിച്ചിതാത്മജൻ നിന്നു ജീവിച്ചു കൊള്ളുവാൻ മാരുതനന്ദൻ ഔഷധത്തിന് പോയിടിനാൻ ചെന്നു വിഘ്നം വരുത്തേണം അതിന്നു നീ നിന്നോട് ഉപായം ചൊല്ലാമതിന്നടോ ഒരു ചഞ്ചലം മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖം ഒഴിഞ്ഞെന്തൊരു ഫലമുള്ളതും എന്തു രാജ്യം കൊണ്ടു പിന്നെ ഒരു ഫലം എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും അന്തജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ജീവിച്ചു പാമ്പടോ സീതയെ രാമന് കൊണ്ട കൊടുത്തു നീ സോദരനായി കൊണ്ടു രാജ്യവും നൽകുക കാനനം തന്നെ മുൻവേഷവും കൊണ്ട് മനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷ സുത്തായ ശുദ്ധതോയി കുളിച്ചത്യന്ത ഭക്തിയോടക്കോദയം കണ്ടു സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു ദുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടു ആത്മനാത്മനാ സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സാഗര ജംഗമജാതികളായുള്ള ദേവതിരിയ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും എന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തോന്നു താല്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്ര ചൊല്ലപ്പെടും സൗഗുരുമായ എന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിന് അനേകതാ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാദിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതുമായ പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും കൃഷ്ണാഹിംസാദികളോടോ തന്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തന്റെ വശുദ്ധ്യാനിരന്തരം കൽപ്പകർണികാമധ്യേ സുവർണപീഠഗണാഞ്ചിതേ ശ്ലഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വിലാസനസ്തം വിശാല വിലോചനമായി രാവതി തുല്യൂരംഗതാങ്കുലിയോരു രത്നാഞ്ചിത കുണ്ടലം മൂപുരചാരു കടക കടിസൂത്ര കൗസ്തുഭ സാര സമാന്യ വനമാലികാതരം ശ്രീവത്സവക്ഷ സംരാമം രമാപരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദിസ്ഥിതം സർവേശ്വരം പരം സർവവർഗം ശരണാഗതവത്സരം ഭക്ത്യാപരം ബ്രഹ്മയുക്തനായി ജ്ഞാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചോയ്ക്കയും ചരിച്ചും രാമരാമേതി സംഗതം കാലനേമി പറഞ്ഞൊരു വാക്കുരാക്ഷനായി വാളുമായി തൽക്കളം ചെയ്തിപ്പതിനെരും വെട്ടു ചൊല്ലിയിടിനാൽ നിന്നെ വെട്ടിക്കളഞ്ഞിട്ട് നീ കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. കാലനേമീക്ഷണതാചരണം നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൽ രാക്ഷസരാജ ദുഷ്ടാന്ന മതിമതി രൂഷത ഭാവം ഇതുകൊണ്ട് കിംഫലം നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പതെന്നുടെ സൽഗതിക്കെന്നു ധരിക്കനി സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിനു ഞാൻ അധ്യസംശക്തനായി കഴിയാതെ കാലനേമിവതം എന്നു പറഞ്ഞു ഹിമാദ്രിഭാഷേഷമാൽ കക്ഷണി കാണായിതാശ്രമമായ വിരചിതം നാനാ മുനിജന സേവിതമായതും ശിക്ഷജനി പരിചാരക സംയുതം വിഷ്ണുശ്യാശ്രമം കണ്ടു വായുധനേനം ആലസ്യമായതു ബാണമേറ്റന്നേരം പൗരസ്ത്യജാപവും വീണിതു ഭൂതലിൽ നർത്തഞ്ചരാധിപനായ ദശാസ്യനു ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരുകിരീടങ്ങളും കളഞ്ഞിടിനാൻ സാരഥി തന്നെയും കൊന്നുകളഞ്ഞളവാരൂഢ താപേന നിന്നു ദശാസ്യനും രാമനും രാവണൻ തന്നോടരുൾ ചെയ്താൻ ആമയപ്പാരങ്ങിനം കൊണ്ടു മാനസേ പോയാലും ഇന്നു ഭയപ്പെടായേതുമേ നീ ഇലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരും പെട്ടുകൊണ്ട അയോധനത്തിനു നാളെ വരേണം നീ കാകുൽസ്ഥവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ രാഘവാസ്ത്രം തുടർന്നുണ്ടെന്ന രാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കിത്തുലോ വേപതുഗാത്രനായി മന്ദരം പ്രാപിച്ചു താപമുണ്ടായത് ചിന്തിച്ചു മേവിനാൻ കുംഭകർണന്റെ നീതിവാക്യം മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജൻ ആത്മാത്മജനെയും രാവണ ബിംബവിതാരിതന്മാരായ പാപപുത്രാദി വാനരന്മാരെയും
രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു വീവിനാൻ. രാത്രിഞ്ചരേന്ദ്രനും വൃത്യജനത്തോടു പേർത്തും നിജാബ്ദികൾ ഓർത്തു ചൊല്ലിയിടിനാൻ. നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷകാരാദിയും നഷ്ടമായി വന്നിതൊടുങ്ങി സുഹൃതവും. കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം. വേദാവതാനം അനാരണ്യ ഭൂപനും വേദവതിയും മഹാനന്ദിയേശനും രംഭയും പിന്നെ നരകൂപരാദിയും ജംബാരിമുമ്പ നിരിംബവരന്മാരും കുംഭോദ്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും പൃഷ്ഠതപോവനം പൂണ്ടുപാകി ഭൃത്യനിഷ്ഠയോടെ മരുകുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവശസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തോന്നു നല്ലു ജയിച്ചു കൊള്ളുവാനവോ. കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞെന്നീ ഉണർന്നീരും. 6-ൽ ഉറങ്ങി തുടങ്ങിയിട്ടവനും ഇന്ന് 9 നാളെ കഴിഞ്ഞതുള്ളൂ. നിങ്ങൾ 50 ഉണർത്തുവിൻ വല്ല പ്രകാരവും. രാക്ഷസരാജ നിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുപെട്ടുണർത്തുവാൻ ആനക ദുന്ദുവി മുഖ്യവാദ്യങ്ങളും ആന തേർക്കാലാൾ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞമാർത്തും ജഗൽ കമ്പം വരുത്തിനാനെന്തൊരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാർ കുംഭകർണ ശ്രവണാന്തരെ പിന്നെയും. കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കലം അച്ചലവിമാനകൾ ജമ്പാരി വൈരിക്കു കമ്പമില്ലേതുമേ. ജൃംഭാസമാരംഭമോടുണർന്നിതു സംഭ്രമിച്ചോടിനാരാശരവീരരും. കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ടൊരിമ്പങ്കലം നേടിനാൻ. ദ്രവ്യങ്ങളാദിയായി മറ്റു ജീവന ദ്രവ്യമെല്ലാം ഉദിച്ചാനന്ദചിത്തനായി ശുദ്ധ ആചമനവും ചെയ്തിരിക്കും. ഇതോ വൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ടാനുജൻ. എങ്കിലോ വൈരികളെ കുല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവൻ എന്നിങ്ങനെ ചൊല്ലി പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനത് നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ട